ഹായ്, നമ്മൾ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതിന് ഒരുപാട് പാർട്സിനെ കുറിച്ച് പഠിച്ചു, അല്ലെ ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു. പക്ഷേ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സിസ്റ്റമാണെന്ന് പഠിച്ചു. അപ്പോൾ ഈ മെസ്സേജ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനാണ്. എങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇമ്പൾസിന്, നെർവ് ഇമ്പൾസിന്റെ രൂപത്തിലാണ് നമ്മുടെ ബോഡിയിൽ മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ വേവ് ആണ് എന്താ ഒരു നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ഉണ്ടാവുന്നത്, ജനറേഷൻ ഓഫ് ഇമ്പൾസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ആക്സോൺ, നമ്മൾ നെർവിനെ കുറിച്ച് ഡയഗ്രാം വരച്ചപ്പോൾ അത് ആക്സോൺ എന്ന് പറഞ്ഞൊരു പാർട്ട് കണ്ടിരുന്നു അല്ലേ. ഇത് അങ്ങനെ ഒരു നെർവിന്റെ ഒരു നെർവ് ഫൈബറാണ്, ഒരു ആക്സോൺ ആണ് അത് വിചാരിക്കാം. ഇതിന് മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് അത്ര പെർമിയബിൾ അല്ല, അതിന്റെ ലൈനിങ് അത്ര പെർമിയബിൾ അല്ല. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഉള്ളിലേക്കും ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്കും അത്ര എളുപ്പത്തിൽ കടത്തി വിടില്ല എന്നല്ല, അത്ര എളുപ്പത്തിൽ വിടില്ല. ആർക്കും ഏത് അയണോടും ഏത് മൂളിക്കൂടെ ഉള്ളിലേക്ക് വരാം, ഏത് മൂളിക്കൂടെ പുറത്തേക്ക് പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അയണുകളുടെ ആവശ്യമുണ്ട്, ഇതിന്റെ പുറത്ത് ഒരുപാട് അയണുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സംവിധാനമാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. എന്താ സോഡിയം പൊട്ടാസ്യം പമ്പ് ചെയ്യാം? ഇത് എനർജി ഉപയോഗിച്ചിട്ട് പുറത്തുള്ള പൊട്ടാസ്യം അയോണുകളെ ഉള്ളിലേക്ക് എടുക്കും, ഉള്ളിലുള്ള സോഡിയം അയോണുകളെ പുറത്തേക്ക് തള്ളും. പുറത്തുള്ള ഓരോ 2 പൊട്ടാസ്യം അയോണിനെ ഇതെടുക്കുമ്പോഴും ഉള്ളിലുള്ള 3 സോഡിയം അയോണിനെ ഇത് പുറത്തേക്ക് തള്ളുന്നുണ്ട്. 2 ഉള്ളിൽ ഇടുമ്പോൾ 3 ഇത് പുറത്തേക്ക് തള്ളുകയാണ് എനർജി ഉപയോഗിച്ചത്. അപ്പൊ എന്ത് പറ്റും? പുറത്തൊക്കെ ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ, ഉള്ളിലുള്ള പൊട്ടാസ്യം പ്ലസിനേക്കാൾ കൂടുതൽ പുറത്തുള്ള സോഡിയം അയോണുകൾ കൂടും. അങ്ങനെ അവിടെ നിറച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് അയോണുകൾ പുറത്തുണ്ടാവും. പിന്നെയോ അത്ര തന്നെ പെർമിയബിൾ അല്ലാന്ന് പറഞ്ഞു എങ്കിലും ഈ ഉള്ളിലുള്ള പൊട്ടാസ്യം അയോണുകളും കുറച്ചൊക്കെ ലീക്കായി പോകും പുറത്തേക്ക്. പിന്നെയും പുറത്തുള്ള പോസിറ്റീവ് കൂടുകയാണ്. പോരാതെ അതൊന്നും പോരാതെ ഉള്ളില് എന്താ കുറെ പ്രോട്ടീനും അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ആസിഡുകളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ്ലി ചാർജുമാണ്. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടീനും ഓർഗാനിക് ആസിഡുകളും ഒക്കെ ഉണ്ട്. പുറത്താണെങ്കിൽ ഒരുപാട് സോഡിയം പുറത്തേക്ക്, സോഡിയം പോസിറ്റീവ് അയോൺ പുറത്തേക്ക് തള്ളുന്നുണ്ട്. പ്ലസ് ഈ പോസിറ്റീവ് ആയ പൊട്ടാസ്യം അയോണുകളും പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജാണ് വരുന്നത്. അപ്പൊ എന്താണ് ഉണ്ടാവുക? ഈ മെംബ്രെയിന്റെ പുറത്തൊക്കെ വളരെ പോസിറ്റീവ് ആവും, പുറത്തൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഉള്ളിലോ? ഉള്ളിൽ അത്ര തന്നെ പോസിറ്റീവ് അല്ലാത്തത് നെഗറ്റീവ് ചാർജുമായിരിക്കും. ഇതിനെ നമ്മുടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അഥവാ ജസ്റ്റ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഇതിന്റെ വോൾട്ടേജ് -70 മില്ലി വോൾട്ട് ആണ് ഇതിനുണ്ടാവുക. ഇതാണ് നമ്മുടെ സാധാരണ ഒരു നെർവ് ഫൈബറിന്റെ ആക്സോണിന്റെ സാധാരണയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിമുലേഷൻ ആണ്. പുറത്തുനിന്നൊരു ഒരാള് എന്തെങ്കിലും തരത്തിലുള്ള നമുക്കൊരു സ്റ്റിമുലസ് വരിക. അപ്പൊ ആ സ്റ്റിമുലസ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഡിയം കൊടുക്കട്ടെ, പൊട്ടാസ്യം സോഡിയം ഗേറ്റ്സ് ഓപ്പൺ ആണ് പല സ്ഥലത്തും.
സോഡിയം ഗേറ്റ്സ് ഓപ്പൺ ആകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ പുറത്തുള്ള ഒരുപാട് സോഡിയം ഉണ്ടല്ലോ, ഇതൊക്കെ ഉള്ളിലേക്ക് വരും. ഇതൊക്കെ ഉള്ളിലേക്ക് നിറച്ചിങ്ങനെ വരാൻ ഇങ്ങനെ ഇറച്ചി കയറാൻ തുടങ്ങും. അപ്പൊ ഉള്ളിൽ എന്തായി, ഈ ഭാഗത്തൊക്കെ ഉള്ളിലും ഭയങ്കര സോഡിയം അയോണുകൾ നിറയാൻ തുടങ്ങി. അങ്ങനെ ഉള്ളിൽ സോഡിയം അയോണുകൾ നിറയാൻ തുടങ്ങിയപ്പോ എന്ത് പറ്റി, പുറത്തായി നെഗറ്റീവ് ചാർജ്. കാരണം എന്താ, ഉള്ളിലാണ് ഇപ്പൊ പോസിറ്റീവ് അയോണുകൾ കൂടുതലുള്ളത്. ഉള്ളിലാണ് ഇപ്പൊ പോസിറ്റീവ് അയോണുകൾ കൂടുതലുള്ളത്. പുറത്ത് അത്ര തന്നെ പോസിറ്റീവ് അയോണുകളില്ല. അപ്പൊ പുറത്ത് നെഗറ്റീവ് ചാർജായി, ഉള്ളിൽ പോസിറ്റീവ് ചാർജായി. ഇതാണ് ഒരു ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇത് വളരെ ലോക്കലൈസ്ഡ് ആണ്. ഇതുവരെ ഉള്ളൂ. ഒരു ആക്സിഡൻ മൊത്തം ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു നേഴ്സറി മൊത്തം അങ്ങനെ ആവില്ല. ഈ ഒരൊറ്റ പാർട്ട് മാത്രം, ഈ ഒരു സ്റ്റിമുലസ് കിട്ടിയ ആ ഒരു പാർട്ട് മാത്രം എന്തായി, ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ്, അത് ഒരു പരിധി കൂടുതൽ സ്റ്റിമുലസ് വന്നാലേ ഇങ്ങനെ മാറ്റം വരും. അതിനാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ത്രെഷോൾഡ് ഒരു പരിധി കൂടുതൽ, ഒരു ത്രെഷോൾഡിനപ്പുറം സ്റ്റിമുലസ് വന്നപ്പോൾ എന്ത് പറ്റി, ഈ സോഡിയം ഗേറ്റ്സ് ഓപ്പൺ ആയപ്പോൾ ആ പുറത്തുള്ള സോഡിയം മൊത്തം ഇതിനുള്ളിലേക്ക് വരും. ഉള്ളിൽ പുറത്ത് പോസിറ്റീവ് ഉണ്ടായിരുന്ന മൊത്തം ഇപ്പൊ ഉള്ളിൽ പോസിറ്റീവ് കൂടി ചെയ്തു. പുറത്ത് നെഗറ്റീവായി, ഉള്ളിൽ പോസിറ്റീവായി. ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു, ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ നമ്മൾ ഇമ്പൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് നോക്കി. ഇനി അത് കണ്ടക്ട് ചെയ്യാം, ഒരു ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് എത്തിക്കാം അല്ലെ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായ ഇമ്പൾസ് മറ്റു ഭാഗത്തേക്ക് എത്താൻ നോക്കാം. നമ്മൾ സാധാരണ ഉള്ള സിറ്റുവേഷനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇനി ഇത് മാറിയ സിറ്റുവേഷന്, നമ്മൾ ചാർജ് നമ്മുടെ ഇവിടെ മാറിയ സിറ്റുവേഷൻ എന്ന് വിളിക്കാം ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എന്നാണ് അതിനെ വിളിക്കാം, ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്പുറത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഇമ്പൾസ് മൂവ് ചെയ്യുക. ഇവിടെ ഒരു ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഉണ്ടായാലോ, ഈ ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ തൊട്ടപ്പുറത്തുള്ള സോഡിയം ചാനൽസ് ഓപ്പൺ ആവാൻ കാരണം. അപ്പൊ എന്തുവരും, ഇവിടെയൊക്കെ സോഡിയം ചാനൽ ഓപ്പൺ ആവും. പുറത്തുള്ള നിൽക്കുന്ന സോഡിയം കംപ്ലീറ്റ് ഇതിലേക്ക് ഇരച്ചു കയറും. അപ്പൊ ഉള്ളിൽ സോഡിയം നിറയും. ഇവിടെ സംഭവിച്ച അതേ സംഭവം തന്നെ. ഉള്ളിൽ സോഡിയം നിറയും, ഓൾറെഡി പൊട്ടാസ്യം അയോണുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഉള്ളില് പോസിറ്റീവ് കൂടും. അപ്പൊ എന്താ, ഉള്ളില് പോസിറ്റീവ് ചാർജ് ആവും. ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആവുമ്പോൾ പുറത്ത് എന്താ, പുറത്ത് നെഗറ്റീവ് ചാർജ് ആവും. അങ്ങനെ ഇവിടെയും ഇപ്പോ ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ്, ഇവിടെയും ഇപ്പോ ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു സോഡിയം കുറച്ച്, പൊട്ടാസ്യം കുറച്ചൊക്കെ ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുക എന്താ വെച്ചാൽ പൊട്ടാസ്യം ചാനൽസിനെ, പൊട്ടാസ്യം ഗേറ്റുകൾ നന്നായി തുറന്നിടും. അത് ലീക്ക് ആവാൻ നന്നായി അനുവദിക്കും. അപ്പൊ എന്ത് പറ്റും, ഉള്ളിലുള്ള പൊട്ടാസ്യം കംപ്ലീറ്റ് പുറത്തേക്ക് വരും. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരുപാട് പൊട്ടാസ്യം പുറത്തേക്ക് എടുക്കും. അപ്പോൾ പുറത്ത് ഓൾറെഡി സോഡിയം അയോണുകളും ഉണ്ടാവും. അപ്പോൾ പുറത്ത് എന്തായി, കൂടുതൽ പോസിറ്റീവായി. സാധാരണ ഉണ്ടാവുന്നേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആവും. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പുറത്ത് വരും. പുറത്ത് ഭയങ്കര പോസിറ്റീവായി. ഇപ്പൊ അതനുസരിച്ച് ഉള്ളിൽ എന്താണ്, അതനുസരിച്ച് ഉള്ളില് നെഗറ്റീവ് ചാർജായി. ഇതിനെയാണ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മള് ഹൈപ്പർ പോളറൈസ്ഡ് എന്ന് പറയുന്നത്. ഹൈപ്പർ പോളറൈസ്ഡ്. ഇവിടെ നമ്മൾ സാധാ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ -70 മില്ലി വോൾട്ട് ആണ്. ഇവിടുത്തെ സാഹചര്യത്തിലും ഇത് സെയിം അല്ല. ഉള്ളിൽ നെഗറ്റീവ്, പുറത്ത് പോസിറ്റീവ് സെയിം അല്ല. പക്ഷെ ഇത് സാധാ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇത് ആക്റ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് പാട് വരുന്ന റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിലേക്ക് എത്താനുള്ള ഒരു സ്റ്റേജ് മാത്രമാണ്. ഇവിടെ ഹൈപ്പർ പോളറൈസ്ഡ് എന്ന ഈ സ്റ്റേജിൽ
-80 മില്ലി വോൾട്ട് വരെ ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പുറത്ത് ചാർജ് കൂടുതലാണ്, ഉള്ളിൽ ചാർജ് കൂടുതലാണ്. ഉള്ളില് സോഡിയം അയോണുകൾ കൂടുതലാണ്, പുറത്ത് പൊട്ടാസ്യം അയോണുകൾ കൂടുതലാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പുറത്ത് സോഡിയം അയോണുകൾ കൂടുതലാണ്, ഉള്ളിൽ പൊട്ടാസ്യം അയോണുകൾ കൂടുതലാണ്. ഇവിടെ പുറത്താണ് പൊട്ടാസ്യം വെച്ചാൽ ഇവിടെ ഉള്ളിലാണ് പൊട്ടാസ്യം. ഇവിടെ പുറത്ത് സോഡിയം, ഇവിടെ ഉള്ളിലാണ് സോഡിയം കൂടുതൽ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഈ ഒരു സിസ്റ്റം നിലനിൽക്കുക നമുക്ക് പുതിയ ഇമ്പൾസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പുതിയ സ്റ്റിമുലസ് ഒന്നും വന്നാൽ ഈ ഒരു ഭാഗത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാനോ അതിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ചെയ്യാനോ പറ്റില്ല. കാരണം ഇവിടുത്തെ ഈ അയോണുകളുടെ ഉള്ളിലും പുറത്തുമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ താളം തെറ്റി കിടക്കുക. ആ താളം തെറ്റിയ അവസ്ഥയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ സ്റ്റിമുലസുകൾ ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇനി ഇത് എപ്പോഴാണ് റെഡി ആവുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പമ്പിന്റെ കാര്യം പറഞ്ഞല്ലേ, സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇത് പൊട്ടാസ്യം അയോണുകളെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെയുള്ള സോഡിയം അയോണുകളെ പുറത്തേക്ക് തള്ളുന്നു പറഞ്ഞു. അങ്ങനെ ആ പമ്പ് വഴി പൊട്ടാസ്യം ഉള്ളിലേക്ക് വന്നിട്ട് സോഡിയം ഒക്കെ പുറത്തേക്ക് എത്തുമ്പോൾ ഇത് എന്താ പറയാ, സാധാ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് എത്തും. അപ്പോൾ അതിനെ നമ്മൾ റീപോളറൈസേഷൻ എന്ന് വിളിക്കും. റീപോളറൈസ്ഡ് എന്ന് വിളിക്കും. അപ്പൊ എന്തായി, ഇവിടെ പഴയ പോലെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് എത്തും ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഇമ്പൾസ്, ഈ ചാർജിന്റെ ഡിഫറൻസ് തൊട്ടപ്പുറത്തേക്ക് എത്തും ചെയ്തു. അങ്ങനെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടാണ് ഓരോ ഇമ്പൾസും വേവായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത്രയാണ് നമ്മുടെ ജനറേഷൻ ഓഫ് ഇമ്പൾസും അത് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഇമ്പൾസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്ത് തരുന്നത് ഒരു ആക്സോൺ ടൈപ്പിലൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ആക്സോൺ ടൈപ്പിലൂടെ അല്ലെങ്കിൽ ന്യൂറോണിലൂടെ കണ്ടക്ട് ചെയ്താൽ മാത്രം പോരാ, അത് അടുത്ത ന്യൂറോണിലേക്ക് എത്തണം, ആ ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് എത്തണം. അങ്ങനെയാണ് ആ മെസ്സേജ് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പോകണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂറോണിന് ഇമ്പൾസ് അടുത്ത ന്യൂറോണിലേക്ക് എത്തുക? അങ്ങനെ രണ്ട് ന്യൂറോൺ തമ്മിലുള്ള ഒരു കണക്ഷന്റെ റീജിയനെയാണ് നമ്മൾ എന്ത് പറയാം, സിനാപ്സ് എന്ന് പറയാം. നമ്മുടെ മനുഷ്യന്മാരുടെ അഡൾട്ട്സിൽ അധികം കെമിക്കൽ സിനാപ്സുകളാണ് കാണുക. നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ സിനാപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കെമിക്കൽ സിനാപ്സിൽ എന്തൊക്കെയുണ്ടെന്നോ, ഇതൊരു ആക്സോണിന്റെ ടെർമിനലാണ്, ആക്സോൺ അറ്റമാണെന്ന് വിചാരിക്കും. ഇതൊരു ഡെൻഡ്രൈറ്റിന്റെ അറ്റമാണെന്ന് വിചാരിക്കും. ഇത് റഫ് ഫിഗറാണ്. എവിടുന്നാണോ ഇമ്പൾസ് വരുന്നത് അതിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. എങ്ങോട്ടാണോ ഇമ്പൾസ് പോകേണ്ടത് അതിനെ നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് എന്താ ഉണ്ടാവുക വെച്ചാൽ സ്ട്രക്ചേഴ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നുമില്ല. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. ഇനി ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചു. അതിനെ റിസീവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടാവും. അതിനെ നമ്മൾ റിസെപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി എങ്ങനെയാണ് ഈ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലെ ഇമ്പൾസ് ഉണ്ട്, പക്ഷെ ഇവിടെയൊക്കെ എന്താണ്, ഇപ്പോഴും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാണ് നിൽക്കുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ, ആക്റ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ വരുന്നേ ഉള്ളൂ. ഈ ആക്റ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ വന്നാണ് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ചാർജുകൾ ഓപ്പോസിറ്റോ പ്ലസും മൈനസും അങ്ങോട്ട് ഇവിടെ മാറും. നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ മാറുമ്പോൾ അതിന് സെൻസിറ്റീവായ ചില കാൽഷ്യം ഗേറ്റുകൾ ഇത്തരം കാൽഷ്യം ഗേറ്റുകൾ ഇവിടെ തുറന്നു കൊടുക്കും. അപ്പൊ എന്ത് പറ്റും, ഇതിലേക്ക് കാൽഷ്യം കയറാൻ തുടങ്ങും. ഈ കാൽഷ്യത്തിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ചില പ്രോട്ടീൻസും ഈ സിനാപ്റ്റിക് വെസിക്കിളിന്റെ ചുറ്റും ഉണ്ടാകും. അപ്പൊ ആ പ്രോട്ടീൻസ് അതിനനുസരിച്ച് കാൽഷ്യത്തിനനുസരിച്ച് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് മാറുക, അങ്ങനത്തെ കുറച്ച് സംഭവമാണ്. അപ്പൊ എന്താ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഈ ഡോപ്പമൈൻ, അസറ്റൈൽ കോളിൻ, സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാകുന്നത്. അത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ഇമ്പൾസിനനുസരിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യപ്പെടും. കാൽഷ്യം വരുന്നു, പ്രോട്ടീൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, പ്രോട്ടീൻസിന്റെ ഷേപ്പ് മാറുന്നു. സിനാപ്റ്റിക് വെസിക്കിളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു.
ഈ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അപ്പുറത്തെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലുള്ള റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്കിയിട്ട് അത് എന്താ പറയാ കണ്ടക്ട് ചെയ്ത് പോകുന്നു. ഇത്രയാണ് കെമിക്കൽ സിനാപ്സിൽ വരെ. ഇനി മനുഷ്യന്മാരുടെ കുട്ടികളിലും അതുപോലെ നോൺ വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ജീവികളിലൊക്കെ കണ്ടുവരുന്ന സിനാപ്സ് ആണ് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ് ഈ ഇലക്ട്രിസിറ്റി വരണം, എന്നിട്ട് അത് കെമിക്കൽ ഫോമിലേക്ക് ആവണം, എന്നിട്ട് ഈ കെമിക്കൽ പിന്നെ ഇലക്ട്രിക്കൽ ആവണം. അങ്ങനെ ഒരു ടൈം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടൈം എടുക്കുന്നതൊന്നും ഇല്ലാതെ ഇത് കുറച്ചുകൂടി അടുത്ത് വരുന്ന ഒരു ഗ്യാപ് ജംഗ്ഷൻ വരുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡയറക്റ്റ് ആയിട്ട് ഇതിലൂടെ പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയാം. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.